സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ സന്തോഷമുള്ളവരെല്ലാം കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? സന്തോഷമുണ്ടോ ശരിക്കും? ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളത്തിലേക്ക് പകരുമാറാകട്ടെ. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അല്പം കൂടെ സമയകൃത്യത പാലിക്കുവാനുള്ള നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് നന്ദി പറയുന്നു. അത് കൂടുതൽ കൂടുതൽ കൃത്യതയോടെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടുള്ള ബലവും കൃപയും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ വിഷയങ്ങളിൽ അതീവ ശുഷ്കാന്തി നമുക്കിവിടെ ആഴ്ചയിൽ ഒരാഴ്ചയിൽ ഈ ഒരു ദിവസം മാത്രമാണ് നമ്മൾക്ക് എല്ലാവർക്കും കൂടെ പരമാവധി ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് എങ്കിലും വളരെ കൃത്യതയോടെ ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. ഇതുകൊണ്ട് അവസാനിപ്പിക്കരുത്. കൂട്ടായ ആത്മീയ കാര്യങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു മീറ്റിങ്ങിനെങ്കിലും നിങ്ങൾ ശുഷ്കാന്തിയോടെ, ഞായറാഴ്ച കൂടാതെ ഒരു ഇടദിവസത്തെ മീറ്റിങ്ങിനെങ്കിലും, അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ അതിനു വേണ്ടിയും ശുഷ്കാന്തി കാണിക്കണമെന്ന് ദൈവസ്നേഹത്തോടെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് നമ്മുടെ അകമയുള്ള മനുഷ്യന് ബലമാണ്, അനുഗ്രഹമാണ്. അകമയുള്ള മനുഷ്യനും പോഷണം വേണമല്ലോ വളരാൻ. അകമയുള്ള മനുഷ്യന് കൂട്ടായ്മ ഉണ്ടെങ്കിലേ വളരാൻ കഴിയും. അതുകൊണ്ട് അതിനുവേണ്ടി ഉത്സാഹം കഴിക്കണമെന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചിലർക്ക് ഓൺലൈൻ മീറ്റിങ്ങിനോട് അല്പം താല്പര്യക്കുറവുള്ളവരുണ്ട്, സ്വാഭാവികം. പക്ഷേ ഞാൻ അവരോട് പറയുന്ന ഒരു ലോജിക്ക് ഇതാണ്: നമ്മുടെ വേണ്ടപ്പെട്ട മക്കളോ കൊച്ചുമക്കളോ ഒക്കെ വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ എപ്പോഴും നേരിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ഫോൺ വിളിക്കാറുണ്ടല്ലോ, ഫോൺ വിളിക്കാതിരിക്കുന്നുണ്ട്. വാട്സാപ്പ് എന്നും വിളിക്കുമല്ലോ നമ്മൾ. അത് ഓൺലൈനാണ്. അപ്പോൾ ഓൺലൈൻ ഓഫ്ലൈന് സാഹചര്യമില്ലെങ്കിൽ നമ്മൾ ഓൺലൈന് അവസരം ഉണ്ടാക്കുന്നില്ലേ? അതുപോലെ ആത്മീയ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഫിസിക്കലായിട്ട് ഡിസ്റ്റൻസ് കൊണ്ടോ പല പ്രായോഗിക കാരണങ്ങൾ കൊണ്ടോ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ലാത്ത പക്ഷം അതിന് ഓഫ്ലൈൻ മീറ്റിങ്ങിന് പകരമാവില്ല. നമുക്ക് അങ്ങനൊരു സാഹചര്യം ഉള്ളതും ഒരു അനുഗ്രഹമായി കണക്ക് കൂട്ടി ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലത് അതാണ് എന്ന തിരിച്ചറിവോടെ നമ്മൾ ഫോണും ടെലികമ്മ്യൂണിക്കേഷനും ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ആത്മീയ കാര്യങ്ങളിലും നമുക്കത് ചെയ്യാനായിട്ട് കഴിയും എന്ന് അതൊരു ലോജിക്ക് ഞാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇസ് ഇറ്റ് ഫെയർ? അത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ഫോണിൽ വിളിക്കാറില്ലേ? അതുപോലെ ആത്മീയ കൂട്ടായ്മ ആചരിക്കാനും നമുക്ക് ഈ ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇന്ന് വലിയ വലിയ കമ്പനികളുടെ മീറ്റിംഗ് പോലും അവർ ചെലവ് ചുരുക്കാൻ വേണ്ടി അവർ ഓൺലൈൻ മീറ്റിങ്ങുകളാണ് കൂടുന്നത്. അതും ഈക്വലി ഇഫക്റ്റീവ് ആണെന്ന് അവർ കണ്ടെത്തുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദേ മീറ്റ്. ഓഫ്ലൈനിൽ മീറ്റ് ചെയ്യും, കൂടുതൽ ഓൺലൈൻ മീറ്റിങ്ങുകളിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൂടുതൽ ഓൺലൈൻ ആവാൻ പോവാന്നൊന്നുമല്ല എൻ്റെ അർത്ഥം. വി സ്റ്റിൽ ഹാവ് ടു ഫൈൻഡ് ഫെലോഷിപ്പ്. ഫിസിക്കൽ ഫെലോഷിപ്പ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞായറാഴ്ചയുള്ള ഈ ഫെലോഷിപ്പിന് നിങ്ങൾ അതീവ മുൻഗണന നൽകി പരമാവധി ആളുകൾ ഇവിടെ എത്താൻ ഉത്സാഹം കഴിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഫ്രാൻസിസ് അങ്കിളിനെ പോലെ ഉള്ളവർക്കും ജോസഫ് അങ്കിളിനെ പോലെ ഉള്ളവർക്കൊക്കെ വരാമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും വരാനായിട്ട് കഴിയും. എനിക്കെപ്പോഴും ആവേശം ഫ്രാൻസിസ് അങ്കിളിനെ കാണുമ്പോഴാണ്. ഇത്രയും പരിമിതി ഉണ്ടായിട്ടും തനിക്ക് വരാനൊരു കൃപ ദൈവം നൽകി. ഇന്നൊന്ന് വളരെ നേരത്തെ വന്നു. താൻ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. നമുക്കതൊരു മാതൃകയാവട്ടെ. താൻ നമ്മളോട് ഒരു സന്ദേശം പറയുകയായിരുന്നു. താൻ അങ്ങനെ വരുന്നതിലൂടെ നമ്മളോടൊരു മെസ്സേജ് പറയുകയാണെന്ന് ഞാൻ ചിന്തിക്കുക. നമുക്കും ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ മുന്നേറാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രയാസത്തിലൂടെ ആയിരുന്നൊരു പനിയും മറ്റ് പ്രയാസങ്ങളും ചുമയൊക്കെ ആയിരുന്നവരെ കർത്താവ് വിടുവിച്ചതിനായിട്ട് സ്തോത്രം. സോ ഹാപ്പി ടു സീ. സോളിയാൻറ്റിക്ക് വലിയൊരു പ്രയാസം ഉണ്ടായി എങ്കിൽ അതിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. കഴിഞ്ഞ ആഴ്ചയിലും ചുമയൊക്കെ കാരണം വരാൻ കഴിഞ്ഞില്ല. കർത്താവ് വിടുവിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജോസഫ് അങ്കിളിനെയും അതുപോലെ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും പ്രയാസം ഉണ്ടായിരുന്നില്ലെങ്കിലും കർത്താവ് നമ്മുടെ പ്രായമുള്ളവരെല്ലാവരെയും ശക്തീകരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ഹിയർ
ഈ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ മിസ് ചെയ്തു. നോവല് ഡെങ്കു ഫീവർ ആയിരുന്നു. കർത്താവ് കൊടുത്ത വിടുതലിനായിട്ട് നമുക്ക് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരുപാട് ക്ഷീണത്തിലായിരുന്നു, എങ്കിലും കർത്താവ് തന്നെ സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജോയ് ചേട്ടൻ്റെ മോളി ചേച്ചി പൊള്ളലേറ്റ് കുറേ ദിവസങ്ങൾ ആശുപത്രിയിലായിരുന്നു. ആശുപത്രിയിൽ പോയി വിസിറ്റ് ചെയ്യാൻ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 4-5 ദിവസം മുമ്പ് വീട്ടിലേക്ക് കടന്നു വന്നു. വീട്ടിലാണെങ്കിലും മുറിവുകൾ കരിഞ്ഞിട്ടില്ല. മോളി ആൻറ്റിയുടെ പൂർണ്ണമായ ഒരു സൗഖ്യത്തിനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മോളി ആൻറ്റിയുടെ മനസ്സിലും ശരീരത്തിലും ആ വലിയ ഒരു കൃപ ദൈവം പകരേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരെയും സമർപ്പിച്ച് അന്യോന്യം നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വലയമുള്ളതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടെ കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. വചനം കേൾക്കാൻ എല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു. ഇനി റിലാക്സ് ചെയ്യരുത്. വചനം പറയുമ്പോൾ ഉള്ളത്തിൽ ഒരു കത്തൽ വേണം. ആ കത്തൽ എന്താണെന്നറിയാമോ? എന്നോട് എൻ്റെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ, അതിനെ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ഒരു വാക്കിന് വേണ്ടിയുള്ള ഒരു കത്തലായിരിക്കണം അത്. ആ ഒരു പ്രാർത്ഥന ദൈവത്തോട്. ദൈവവചനം പറയുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു കാര്യം, ദൈവമേ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരണമേ എന്നാണ്. എപ്പോഴും ദൈവജനത്തോട് സംസാരിക്കാനുള്ളൊരു വചനം തരുമ്പോൾ ചില സമയത്ത് ചില വചനങ്ങൾ എന്നിലേക്ക് വരുമ്പം ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗ്രാഹ്യമുണ്ടാകാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ സത്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ഉറങ്ങുമ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കാറ്. അപ്പോൾ അതിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഒരു വേദഭാഗം ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ദൈവവചനം മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വേദവാക്യങ്ങളാണ്. ആ ഭാഗം, തിരുവഴുത്തിലെ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ പരിചയമുള്ള ഒരു ഭാഗമാണെന്ന് കരുതി നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇത് നമ്മുടെ എല്ലാം ഒരു വലിയ പ്രശ്നമാണ്. ഫെമിലിയറായ പരിചയമുള്ള കാര്യങ്ങൾ വി ട്രീറ്റ് ഇറ്റ് വിത്ത് കണ്ടംപ്റ്റ് എന്നാണ്, അല്ലേ? കണ്ടംപ്റ്റ് എന്ന് പറയുന്ന ഒരു പുച്ഛ മനോഭാവത്തോടെ നമ്മൾ കാണും എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ കാണാതെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് സംസാരിക്കുന്ന നമ്മുടെ അകത്തെ മനുഷ്യന് ബലം നൽകുന്ന ഒരു ഫയർ വേർഡ് ആയിരിക്കണം നിങ്ങൾ. അതിൽ നിന്ന് ഒരെണ്ണമെങ്കിലും എനിക്ക് ഉണ്ടാകണമെന്നായിരിക്കണം. അത് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ പോഷണമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിലേക്ക് വലിയൊരു ശക്തിയും ഊർജവും നൽകുന്നതായിരിക്കും നിശ്ചയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പരിചയമുള്ള വേദഭാഗമാണെങ്കിലും. അതുകൊണ്ട് കഴിവുള്ളവരെല്ലാം ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുന്നു, ഒന്നുകൂടെ മുമ്പോട്ടൊന്ന് കടന്നിരിക്കാമോ? ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ടൊന്ന് കടന്നിരിക്കാമെങ്കിൽ. മുമ്പിലിരിക്കുന്നവർക്ക് മുമ്പോട്ട് വരാൻ കഴിയില്ല, ദേ ആർ ഇൻ ഫ്രണ്ട്. ഒരു സ്റ്റെപ്പ് കൂടെ എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കഴിയുമെങ്കിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ദയവായി മുമ്പോട്ട് കടന്നിരിക്കാൻ ഓർപ്പിക്കുന്നു. ചിലരെയൊന്നും എനിക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റത്തില്ലേ, ഈ പില്ലർ ഒരു വലിയ തടസ്സമാണ്. നമ്മൾ ഇവിടെ ഒരു റെനോവേഷന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഒരു റെനോവേഷൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ പില്ലർ ഇല്ലാതെ എല്ലാവരെയും നേരിട്ട് കാണാൻ ഉള്ളൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഒരു നിമിഷം എഴുന്നേറ്റ്. എല്ലാവരും മുമ്പോട്ട് വരണമെന്ന് നിർബന്ധമില്ല, കഴിയുന്നവരെല്ലാം ഒരു സ്റ്റെപ്പ് ഒന്ന് മുമ്പോട്ട് കടന്ന് ഒന്ന് ഫില്ല് ചെയ്തിരിക്കാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദയവായി ഇരുന്നാട്ടെ, നോ പ്രോബ്ലം. ദയവായി ഇരുന്നാട്ടെ. ആരോ തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഈ നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മ കൂടുമ്പോൾ ഇടയ്ക്ക് വേക്കൻറ്റ് ചെയർ ഇടരുത്, കാരണം അവിടെ പിശാച് വന്നിരിക്കുമെന്ന്. The devil may come and sit there എന്ന് ആരോ തമാശയായിട്ട് പറഞ്ഞതാണെങ്കിലും that is not Bible verse. പക്ഷേ that's a sense of humor. Hallelujah. നമ്മൾ ഒരുമിച്ച്
ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ ലഭിക്കുന്ന അവസരത്തിന് സ്തോത്രം ചെയ്യുന്നു. മത്തായി സുവിശേഷം 4:1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ദയവായി ആരെങ്കിലും ഒരാൾ ഉച്ചത്തിൽ വായിക്കാമെങ്കിൽ അനുഗ്രഹമായിരുന്നു. ശ്രദ്ധയോടെ എല്ലാവരും ഈ വാക്കുകൾ ശ്രദ്ധിച്ചാലും. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തുവന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. മതി. എല്ലാവരും ഒരു നിമിഷം ഹൃദയംഗമായിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? എന്നോടുള്ളൊരു വചനം, വേർഡ്, അത് എൻ്റെ ആത്മാവിനെ ശക്തീകരിക്കുന്ന വചനം എനിക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? ശാന്തമായി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിത്യമായ വചനം ഞങ്ങളുടെ അകത്തെ മനുഷ്യന് ബലമായി തീരട്ടെ നാഥ. അവിടുത്തെ ആത്മാവിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരണമേ. ആത്മീയ വെളിച്ചവും വെളിപ്പാടുകളുമായി അത് തീരട്ടെ കർത്താവേ. ഞങ്ങളുടെ കാലിന് ദീപം, പാതയ്ക്ക് പ്രകാശമായി, ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക്, ഈ ലോകത്തിലെ ഞങ്ങളുടെ ഓട്ടത്തിന് സഹായകരമായി തീരട്ടെ നാഥ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മൾ വീണ ഒരു ലോകത്താണ് ജീവിക്കുന്നത് നമുക്കറിയാം. താഴ്ചയുള്ള ഒരു ശരീരത്തിലും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് വീണുപോയ ഒരു ലോകത്തുമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണെങ്കിലും നമ്മിൽ നിന്ന് പാപസ്വഭാവം പോയിട്ടില്ല. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ യൂത്ത് ഗ്രൂപ്പ് നോക്കിയപ്പോൾ എനിക്കൊന്ന് അരവിന്ദ് ഒരു മെസ്സേജ് അയച്ചിരുന്നു, അല്ലേ? ആ യൂത്ത് ഗ്രൂപ്പിൽ. ഡു യു റിമെമ്പർ ദാറ്റ് മെസ്സേജ്? അരവിന്ദ് അയച്ചാണെന്ന് ഞാൻ ഓർക്കുന്നത്. ആൻഡ് ഇറ്റ് റെഡ് ലൈക്ക് ദിസ്. നിങ്ങൾ ആരെങ്കിലും ആ വാക്യം ശരിക്കും വായിച്ചോന്ന് അറിയത്തില്ല. അപ്പോൾ ഈ വേദഭാഗം ശുശ്രൂഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ജോഷുവ ടീമിലാണെന്ന് എനിക്ക് തോന്നുന്നത്, ആ വാക്യം വന്നത്. ലെറ്റ് മീ ട്രൈ ടു റീഡ് ദാറ്റ് ഔട്ട്. യുവർ ഫ്ലെഷ് ഈസ് എ ഗ്രേറ്റർ എനിമി ദാൻ ദ ഡെവിൾ വിൽ എവർ ബി. ദ ഡെവിൾ ഈസ് ഓൾറെഡി defeated foe ആണ്. Your flesh is in എന്ന്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജഡം പിശാചിനേക്കാൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണത്രേ. ഡെവിള് സത്യത്തിൽ പിശാച് പരാജയപ്പെട്ട ശത്രുവാണ്. എന്നാൽ നമ്മുടെ ജഡം അല്ലതാനും എന്നതാണ് അതിൻ്റെ അർത്ഥം. That really made me think, and that sort of confirmed my message. ഇന്ന് ഈ വേദഭാഗം സംസാരിക്കാനുള്ള ഒരു കൺഫർമേഷനും കൂടെ ആയിരുന്നു അത്. അതുകൊണ്ട് ഈ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ശരണപ്പെടാം.
പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ ഇത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാത്തതാണ്. ഇതെല്ലാ മനുഷ്യരും അനുഭവിക്കണം. ഒരാളെങ്കിലും പരിശോധന അനുഭവിക്കാതെ ഇരിക്കാനായിരുന്നെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ ശരിക്കും അതിന് അവകാശം ഉണ്ടാവത്തുള്ളായിരുന്നു. Now listen to me. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, പാപരഹിതനായ ദൈവപുത്രന് പരിശോധന ശരിക്കും അനുഭവിക്കണമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? He is the son of God. പാപരഹിതനാണ്. പക്ഷേ ഇത്രയ്ക്കും കഠിനമായ ഒരു പരിശോധനയിലൂടെ, ടെസ്റ്റിലൂടെ കടന്നു പോകണമായിരുന്നോ? പരീക്ഷ എന്നത് പരിശോധന കൊണ്ടാണ്. ഇറ്റ് വാസ് എ ടെസ്റ്റ്. അപ്പൊ ദൈവത്തിൻ്റെ ഏകജാതൻ പരിശോധനയിലൂടെ കടന്നുപോയെങ്കിൽ, ഏകജാതൻ ഇപ്പോൾ മരിച്ചവരിൽ ആദ്യജാതനായി, നമ്മുടെ ആദ്യജാതന, ഏകജാതൻ ആദ്യജാതനായി തീർന്നു. എങ്ങനെ? അനേകം പുത്രന്മാർ നമ്മൾ ജനിക്കുന്നത് കൊണ്ട് ആദ്യജാതനായി. ഏകജാതൻ ഇപ്പോൾ ആദ്യജാതനാണ്, മരിച്ചവരിൽ ആദ്യജാതൻ എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ പുറകെ ഒരുപാട് പേര് ഇനിയും പോകാനുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ഏകജാതൻ പരിശോധിക്കപ്പെട്ടുവെങ്കിൽ തൻ്റെ മക്കളെല്ലാം പരിശോധനയിലൂടെ കടന്നു പോയേ മതിയാകൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഇവിടെ അനന്തരം എന്ന വാക്ക് ശ്രദ്ധിക്കൂ. ആ വേദഭാഗം എന്നെടുത്താട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം. ദൈവവചനത്തിലെ സത്യങ്ങൾ ആ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചില ആത്മീയ വെളിച്ചങ്ങൾ നൽകും. അനന്തരം എന്നത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ്? കർത്താവിൻ്റെ ഒരു ബാപ്റ്റിസമാണ് അവിടെ നടക്കുന്നത്. ആ ബാപ്റ്റിസം എന്താണ്? ബാപ്റ്റിസത്തിലൂടെ കർത്താവിന് നീതിയുള്ളവനായതുകൊണ്ട് ബാപ്റ്റിസത്തിൻ്റെ ആവശ്യം പോലുമില്ല. പക്ഷെ മനുഷ്യവംശത്തോട് അവൻ ഏകീഭവിക്കുക ചെയ്തത്. ബാപ്റ്റിസത്തിലൂടെ നമുക്ക് മാതൃകയായും സകല നീതിയും നിവർത്തിക്കുന്നതിലൂടെ മനുഷ്യനോട് ഏകീഭവിച്ചു. ആ വലിയ ഒരു സ്വർഗീയമായ അനുഭവം തനിക്കുണ്ടായി. ആ ബാപ്റ്റിസത്തിലുണ്ടായ അനുഭവം എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു എന്നാണ്. ആത്മാവ് പ്രാവുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ വലിയൊരു ആത്മീയ അനുഭവം, ആത്മീയമായി സമ്പുഷ്ടമായ അവസ്ഥയിൽ നിന്ന് വളരെ ഉയർന്ന ഒരു ആത്മീയ അനുഭവത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന് അനന്തരം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. Now when do the devil come to us? You tell me. ആത്മീയമായി സമുന്നതമായ നിലയിൽ നിൽക്കുന്ന സമയത്ത്. Now ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് വായിച്ചാൽ അനന്തരം എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കൂ, അവിടെ കാര്യം ആത്മാവല്ല പരീക്ഷിക്കുന്നത്. ആണോ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് നടത്തി എന്നാണ്. പരീക്ഷിച്ചത് ആത്മാവാണോ? പരീക്ഷിച്ചത് ആരാണ്? അപ്പൊ ദൈവം ഈ പരീക്ഷിക്കുന്നതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ചില സമയത്ത് God may allow or lead us to a place. നമ്മെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുത്തും. എന്തിന്? ടെസ്റ്റുകൾ അനിവാര്യമാണ്. എന്നാൽ പരീക്ഷിക്കുന്ന ആരാണ്? The devil. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്നത് ഡെവിളിനാലല്ലെന്നാണ് പറയുന്നത്. ബിക്കോസ് ഈസ് എ ചീഫ്. ഡെവിൾ ഈസ് എ ചീഫ്. നമ്മളൊക്കെ പരീക്ഷിക്കപ്പെടുന്ന കുട്ടിപ്പിശാചുക്കളാലും ഡീമൺസ്, അവൻ്റെ ഈ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെയുള്ള അൺക്ലീൻ സ്പിരിറ്റ്സിനാലും ഒക്കെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന. വലിയ കാര്യങ്ങൾക്കൊന്നും വലിയ നേതാവൊന്നും വരില്ല. കുട്ടിപ്പിശാചുക്കളെ വിടത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി the devil himself came എന്നതാണ്. സ്വർഗം തുറന്ന അനുഭവത്തിൽ നിന്ന് ഇവിടെ നരകം തുറക്കുന്ന അനുഭവമായിരുന്നു എന്നാണ് ഒരു ഭക്തൻ പറയുന്നത്. സ്വർഗം തുറക്കുന്ന അനുഭവമാണ് കഴിഞ്ഞത്, അതിനനന്തരമാണ് ഇവിടെ ഇപ്പം നരകം തുറക്കപ്പെടുകയാണ്. ആ ഭാഗം ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിലൂടെ, ഇതിൻ്റെ വരികളുടെ ഇടയിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വചനത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വേദഭാഗം പറയുമ്പോൾ ഞാൻ പല നിലകളിൽ കണക്ട് ചെയ്തിട്ടായിരിക്കാം
പല കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ശരിക്കും എന്നോട് സംസാരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ദൈവാത്മാവിനോട് ചോദിച്ച് ഗ്രഹിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കർത്താവ് അടുത്ത വാക്യം എന്താ പറയുന്നത്? പിശാചിനെ പരീക്ഷിക്കപ്പെടാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ഈ ഭാഗം മറ്റ് ലൂക്കോസ് എഴുതിയതും മത്തായി എഴുതിയതും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ പരീക്ഷകൻ 40 രാവും 40 പകലും കഴിഞ്ഞിട്ടല്ല പിശാച് അടുത്ത് വന്നത്. ഈ 40 രാവും 40 പകലും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നോട് ശ്രദ്ധിച്ചോ നിങ്ങൾ? നമ്മളെല്ലാം ഇതിൻ്റെ അന്ത്യത്തിൽ വന്ന് പരീക്ഷകൻ വന്നു എന്നല്ല. ഈ 40 രാവും 40 പകലും he was being tested. അപ്പോൾ അതിലൂടെ ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കണം. ആത്മീയമായ ജീവിക്കുന്ന നമുക്കാണെങ്കിലും പ്രലോഭനങ്ങളും പരിശോധനകളും പിശാചിൻ്റെ തീയമ്പകളായി നമ്മുടെ നേരെയും ശരങ്ങളായി വന്നുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൻ്റെ പരിച കൊണ്ട് കെടുത്തിക്കളഞ്ഞ ആത്മീയ സത്യങ്ങളിൽ ഉറച്ചു നിന്ന് അവനോട് എതിർത്ത് നിൽക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുള്ള രൂപരേഖ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് എന്നുകൂടെ ആ അവസരത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുക. ആത്മീയരായതുകൊണ്ട് പരിശോധനയും പ്രലോഭനങ്ങളും ഒന്നും ഇല്ലെന്ന് നമ്മൾ ആരും കരുതരുത്. പാപമൊഴികെ എല്ലാറ്റിലും പാപമില്ലാത്ത ദൈവപുത്രനായ കർത്താവിന് പോലും പിശാചിൻ്റെ പ്രലോഭനങ്ങൾ ഈ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നതും വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്നോടൊപ്പം യാത്ര ചെയ്യണം. ചില ആത്മീയ സത്യങ്ങൾ ചെറിയ താക്കോൽ പോലെയാണ്. നമ്മൾ ആ താക്കോലിട്ട് കൃത്യമായി നമുക്കൊന്ന് തുറക്കാൻ കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയ ലിബറേറ്റിംഗ് ട്രൂത്ത് ആയിരിക്കും. നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തുന്ന ചില താക്കോലുകളായിരിക്കും. ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സ്വർഗം തുറന്ന ഒരു വലിയ അനുഭവത്തിൻ്റെ അനന്തരമാണെന്ന് ഞാൻ പറഞ്ഞു. ആ അനുഭവവും ഒരു ഭക്തൻ താരതമ്യപ്പെടുത്തിയത് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ അനുഭവത്തിൽ നിന്ന് ഈ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്ന നരകം തുറക്കുന്ന അനുഭവം തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയ ചില ആത്മീയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുക. എന്താണ് ആ കാര്യമെന്ന് ചിന്തിക്കൂ. യോർദാന്റെ നദിയിൽ ഒരു ഭക്തൻ എഴുതി വെച്ചതാണ്. യോർദാന്റെ നദിയിൽ ആ തണുത്ത വെള്ളത്തിൽ ആ കുളിർമയുള്ള അനുഭവത്തിലാണ് അവൻ സ്നാനപ്പെട്ടതെന്ന്. പക്ഷേ അത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പൊ ഇവിടെ മരുഭൂമിയിലാണ്. മറ്റെവിടെ ജോർദാന്റെ വെള്ളത്തിൽ കുളിർമയുള്ള തണുത്ത വെള്ളത്തിൽ. ഇപ്പോൾ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റായി പരീക്ഷിക്കപ്പെടുമ്പോൾ ഏകാന്തമായ മരുഭൂമിയിൽ. ഏകാന്തതയും പ്രത്യേകതയുള്ളതാണ്. ഒരുപാട് ജനങ്ങളുടെ കൂട്ടമുണ്ടായിരുന്നു സ്നാനത്തിൻ്റെ സമയത്ത്. വലിയ ബ്യൂട്ടിഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ പരിശോധിക്കപ്പെടുമ്പോഴോ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. ഇവിടെ കർത്താവ് ഏകാന്തമായ മരുഭൂമിയിലായിരുന്നു. We know that God is real. പക്ഷേ this is how we feel it. ദൈവം നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. സ്പിരിറ്റ്സ് ആർ വാച്ചിങ് us. പക്ഷെ ദൈവദൂതന്മാരുടെ സഹായമുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തന്നെയുള്ള ഫീലിംഗ് ആണ്. ശരിയാണോ? അതൊരു റിയാലിറ്റിയാണ്. 40 രാവും 40 പകലും പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ജനങ്ങളിൽ നിന്ന് ഏകാന്തമായ അനുഭവത്തിലേക്ക് വന്നു. ശബ്ദകോലാഹലങ്ങൾ മാറി ഇപ്പം നിശബ്ദമായി. ഒന്നുമില്ല, ഒന്നും കേൾക്കാനില്ല. ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി എന്നാണ് നമ്മൾ ആ സ്വർഗീയ അനുഭവത്തെക്കുറിച്ച് നോക്കുമ്പോൾ കാണുന്നത്. അതിന് പകരമായി ഇപ്പോൾ എന്തോ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ അതേ ആത്മാവ് നടത്തുകയാണ് പരിശോധിക്കപ്പെടാൻ മരുഭൂമിയിലേക്ക്. Now how do you understand that? സ്വർഗം തുറന്ന ആത്മാവ് പ്രാവുന്ന പോലെ നമ്മൾ എപ്പോഴും നിഷ്കളങ്കമായി വളരെ ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുന്നില്ലേ? യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അത് കാണുന്നതും അനുഭവിക്കുന്നതും മനോഹരമാണ്. പക്ഷേ അതേ ആത്മാവ് തന്നെ ഇപ്പൊ എങ്ങോട്ടാ നടത്തുന്നത്? പരിശോധിക്കപ്പെടാൻ. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്?
ആത്മാവിനാൽ. ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങിയെങ്കിൽ അതുമായിട്ടും താരതമ്യപ്പെടുത്തുമ്പോൾ അതേ ആത്മാവിനാൽ ഇപ്പോൾ ഈ മരുഭൂമിയിലേക്ക് പരിശോധിക്കപ്പെടാൻ നടത്തപ്പെടുന്നു എന്ന കാര്യം ഏതെങ്കിലും ആത്മീയമായ ഒരു വിവേചനത്തിലേക്ക്, ഒരു റിയലൈസേഷനിലേക്ക് നമ്മളെ നടത്തുന്നുവോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന ഒരു കൺഫർമേഷൻ കിട്ടി, ഒരു ഉറപ്പ് തനിക്ക് ലഭിച്ചു. അനന്തരം എന്ന് നമ്മൾ അവിടെ വായിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എന്താ സംഭവിച്ചത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വാക്ക്, ഇറ്റ് ഈസ് ആൻ അറ്റസ്റ്റേഷൻ ഓഫ് ദ ഫാദർ. നമുക്ക് പിശാചിനാൽ പരിശോധിക്കപ്പെടുമ്പം അതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം, നമ്മളൊരു ദൈവ മകനാണ്, മകളാണെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ദൈവത്തിൽ നിന്നില്ലെങ്കിൽ നമുക്ക് അവനെ നേരിടാനുള്ള ബലമില്ല പ്രിയരെ. Now, are you sure? Are you sure എന്ന് പറയുന്നത് വെറുതെ കുറിപ്പിൻ്റെ ഉറപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളത് പറയുന്നത് കുറിപ്പിൻ്റെ ഉറപ്പ് എന്നല്ല. നമുക്കൊരു അഷ്വറൻസ് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നുണ്ട്, ഒരു ഉറപ്പ്. ദൈവാത്മാവ് തരുന്ന ഒരു ഉറപ്പുണ്ട് എൻ്റെ പ്രിയരെ. ആ ഉറപ്പ് പ്രാപിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ ഒരു അഷ്വറൻസ്, ഇത് ഇന്ന് നമുക്ക് ഈ അഷ്വറൻസ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. യു ആർ എ ചൈൽഡ്, യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ്, യു ആർ എ ചൈൽഡ്, യു ആർ എ സൺ. നീ പുത്രനാണ്, പുത്രത്വം എന്നതാണ് നിനക്ക് തന്നിരിക്കുന്ന മുദ്ര എന്നുള്ള ആ ഒരു ഉൾബോധ്യമുണ്ട്. ഇത് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചോദിച്ചാൽ, all that I can say is you pray about it. ചിലർക്ക് അതങ്ങനെ ഉണ്ടാവണമെന്നില്ല, പക്ഷേ യു പ്രേ, കർത്താവ് എനിക്ക് ആ ഒരു ഉറപ്പ് തരണം, ഞാനൊരു മകനാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മകനായി തീരാൻ, മകളായി തീരാൻ അധികാരം കൊടുത്തു. അധികാരം, ഇറ്റ്സ് ആൻ അതോറിറ്റി ബീയിങ് ഗിവൺ. ആ ഉറപ്പ് ദൈവം എനിക്ക് തരണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. പ്രിയപുത്രൻ എന്ന വിളി കേട്ടെങ്കിൽ ഈ മരുഭൂമിയിൽ ഏകാന്തമായ സ്ഥാനത്ത് ഇപ്പൊ താൻ കേൾക്കുന്ന ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമല്ല, പരീക്ഷകന്റെ ആരവമാണ്. അവൻ്റെ മനസ്സിൽ മുഴങ്ങുന്നത് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന തീയമ്പുകൾ ഒരിക്കലും അഭികാമ്യമായതല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അഭികാമ്യമെന്ന് ഞാൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് വളരെ മനോഹരമായ ദൈവശബ്ദമല്ല, ഉറപ്പിൻ്റെ ശബ്ദമല്ല. നമ്മെ സത്യത്തിൽ നിന്ന് സ്ഥാനം തെറ്റിക്കും വിധം നമുക്ക് നേരെ ഉതിർക്കുന്ന ശരങ്ങളായിട്ടാണ് വരുന്നത്. ഇത് ചിന്താരൂപത്തിൽ, ഭാവനകളായിട്ട് ഒക്കെയാണ് നമുക്ക് വരുന്നത്. പിശാചിൻ്റെ ശരങ്ങൾ എന്ന് പറയുമ്പം ലിറ്ററലായ തീയമ്പുകൾ ഒക്കെ എന്ന് പറയുന്ന ചില ചിന്തകളാണ്, ചിന്താധാരകളാണ്, ഭാവനകളാണ്, ചില ഉയർച്ചകളാണ്, ചില ഡിപ്രസിങ് തോട്ടുകളാണ്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് പ്രാപിക്കണമെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ പിതാവിനാൽ, ദൈവത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതാണ് ഈ അനന്തരത്തിന് മുമ്പ് സംഭവിച്ചത്. ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തു മരുഭൂമിയിൽ പരിശോധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുക എന്നുകൂടെ അതിനർത്ഥമുണ്ട്. Am I correct? He is being attacked. He is being attacked. പക്ഷെ ഇതൊന്നും അതിൽ തന്നെ തിന്മകളല്ല. നമ്മളിലൂടെ തെറ്റായ ചിന്താശരങ്ങൾ വരുന്നത് അത് പ്രശ്നമല്ല, അതല്ല പാപം. അതിന് ഈൽഡ് ചെയ്യുന്നതാണ് പാപം എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിന് സമർപ്പിക്കുന്നതാണ് പാപം എന്നത് കൂടെ മനസ്സിലാക്കണം. പരിശോധനകളോ പ്രലോഭനങ്ങളോ പാപമല്ല, അതിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതാണ് പാപം. അതുകൊണ്ട് കോപം പാപമല്ല, കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷെ ആംഗർ ഈസ് എൻ ഇമോഷൻ, വി കൻ അഗ്രി അല്ലേ? പക്ഷെ കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നവർക്കായി
ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ അനോയിൻറ്റഡ് ആണ്, അഭിഷിക്തനാണ് ക്രിസ്തുവെങ്കിൽ ഇവിടെ ആക്രമിക്കപ്പെടുന്ന കർത്താവിനെയാണ് ഈ പരിശോധനാ വേളയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ 40 രാവും 40 പകലും കഴിഞ്ഞിട്ടല്ല, ആ 40 രാവും 40 പകലും ഉടനീളം ആത്മീയമായി മനോഹരമായ അനുഭവങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴും നമുക്ക് പ്രലോഭനങ്ങളും പരിശോധനകളും ഈ വിധത്തിൽ നമുക്ക് വരും. അതിനെ നമ്മൾ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന സത്യം കൂടെ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ പ്രിയരെ. അത് ശ്രദ്ധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്നാനപ്പെട്ട അവസരത്തിൽ വെള്ളത്താലുള്ള സ്നാനമായിരുന്നു അല്ലേ? വെള്ളം എത്ര മനോഹരമാണെന്നറിയാമോ? എനിക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൻ്റെ പണ്ടൊക്കെ ഈ നദിക്കരികെയുള്ള പ്രോപ്പർട്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ച് നോക്കി നടക്കുമായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായ പിന്നെ നമ്മളെല്ലാം അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഏറ്റവും പ്രൈമായിട്ട് ആളുകൾ കരുതിയിരുന്ന പ്രോപ്പർട്ടി വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി ലോകത്തിൽ എല്ലായിടത്തും. എന്താ കാരണം എന്നറിയാമോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളമാണെന്നാണ് പറയുന്നത്. യു ലിസൺ ടു മീ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചുമ്മാതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു സാധനം വെള്ളമാണത്രേ. എന്തൊരു അത്ഭുതം അല്ലേ? ഹല്ലേലൂയ. ജസ്റ്റ് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്താലുള്ള സ്നാനം. പക്ഷെ ഇവിടെ മരുഭൂമിയിൽ പരിശോധിക്കപ്പെടുമ്പം ഇത് ഈ അഗ്നി പരീക്ഷ എന്നാണ് പറയുന്നത് അല്ലേ? ദിസ് ഈസ് ആക്ച്വലി എ ഫയർ ടെസ്റ്റ് ആയിരുന്നു. ഇന്നും ഫയർ ടെസ്റ്റുകൾ എത്ര പ്രധാനമാണ് പ്രിയരെ. യു ലിസൺ ടു മീ. ഫയർ ടെസ്റ്റുകൾ എല്ലാ വാഹനങ്ങൾ, ഈവൻ കെട്ടിടങ്ങൾ പോലും, കെട്ടിട നിർമ്മാതാക്കൾ പോലും അവർ വസ്തുക്കൾ ഉണ്ടാക്കുമ്പം, ഇരുമ്പ് വസ്തുക്കൾ പോലും ഉണ്ടാക്കുമ്പോൾ ഫയർ ടെസ്റ്റ് നടത്തും. അത് എത്രമാത്രം ഡിഗ്രി വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നോക്കാൻ വേണ്ടി ഫയർ ടെസ്റ്റ് നടത്തും. എല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടും. ഏത് സാധനം ഉണ്ടാക്കിയാലും ടെസ്റ്റഡ് എന്നൊരു മുദ്ര വേണം അല്ലേ? അവരങ്ങനെ ഒരു ടെസ്റ്റ് നടത്തും. വാസ്തവത്തിൽ ഇവിടെ നടന്നത് അതായിരുന്നു. ഇറ്റ് വാസ് എ ടെസ്റ്റ്. എന്ത് തരത്തിലുള്ള ടെസ്റ്റാണെന്ന് ഞാൻ പറയാം. ഒന്നാം ആദാം പരീക്ഷിക്കപ്പെട്ട അതേ അവസ്ഥാവിശേഷത്തിൽ രണ്ടാം ആദാമായ ക്രിസ്തു നമ്മുടെ രക്ഷകനായിരിക്കാൻ യോഗ്യനാണോ എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ ടെസ്റ്റ്. സാധാരണമായ ഒരു പരിശോധന ആയിരുന്നില്ല അത്. ഇവിടെ കർത്താവ് പരാജയപ്പെട്ടായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷ പ്രശ്നത്തിലായേനെ. ഒന്നാം ആദാമും രണ്ടാം ആദാമും തമ്മിലും അങ്ങനെ ഒരു മനോഹരമായി കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഒന്നാം ആദാമിന് ടെസ്റ്റ് നടന്നത് ഒന്നിനും കുറവില്ലാത്ത മനോഹരമായൊരു തോട്ടത്തിലായിരുന്നെങ്കിൽ ഇവിടെ രണ്ടാം ആദാം ടെസ്റ്റപ്പെട്ടത് ഏറ്റവും കഠിനമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്നതുകൂടെ ശ്രദ്ധേയമായി നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഞാൻ ചിന്തിക്കട്ടെ. ഒന്നാം ആദാം ടെസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം എന്തായിരുന്നു? ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അവിടെ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ ഭക്ഷിക്കാനുണ്ടായിരുന്നില്ലേ? തോട്ടത്തിന് നടുവിൽ നിന്ന് ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം. അതിലൊരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നായിരുന്നു ടെസ്റ്റ്. വാസ് ഇറ്റ് ഡിഫിക്കൾട്ട്? വൺ സെൻസ് എല്ലാം തിന്നാം, ഒന്നും തിന്നരുതെന്നായിരുന്നു. ഇവിടെ 40 രാവും 40 പകലും ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്നുള്ള ആ വാക്ക് ഭക്തന്മാർ പറയുന്നത് എങ്ങനെയാണ്? നമ്മളൊന്നും അത്രയ്ക്കും വിശപ്പ് അനുഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ചത്താ മതി എന്ന് ചിന്തിക്കുന്നൊരു വിശപ്പാണത്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയില്ല ഞാൻ ചത്തുപോകും എന്ന നിലയിലുള്ളൊരു വിശപ്പാണ്. വിശന്ന് പല്ലിയെയും എലിയെയും ഒക്കെ ചുട്ടു തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഭാരതത്തിലുണ്ട് എലിയെ ചുട്ടു തിന്നുന്നവർ. OML എൻ്റെ അനുഭവത്തിൽ എനിക്ക് വളരെ വേദന തോന്നിയൊരു കാര്യം, കോഴിയുടെ പിണ്ടം കഴുകി വൃത്തിയാക്കി ഭക്ഷിക്കുന്നവർ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നറിയാമോ നിങ്ങൾക്ക്?
എനിക്ക് ആ ഒരു വീഡിയോ ഒരിക്കൽ OM-ൻ്റെ ഉത്തരേന്ത്യൻ പര്യടനത്തിൽ ആ വീഡിയോ വളരെ പ്രസക്തമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് കോഴിയിറച്ചി വാങ്ങിക്കാൻ പറ്റത്തില്ല. കോഴിയുടെ പിണ്ടം അത് എടുത്ത്, എന്നാൽ കോഴിയുടെ കുടലെടുത്ത് കഴുകി വൃത്തിയാക്കി അത് പാകം ചെയ്താണ് അവർ ഭക്ഷിക്കുന്നത്. അത്രമാത്രം വിശപ്പിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആഡമും ഹവ്വയും അങ്ങനെ വിശപ്പിൻ്റെ നടുവിലല്ല ഈ ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. രണ്ടാമത്തെ ആദാം ടെസ്റ്റ് ചെയ്യപ്പെട്ടത് അതിഭീകരമായ വിശപ്പിൻ്റെ നടുവിലാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ ദൈവപുത്രനായ ക്രിസ്തു, മനുഷ്യപുത്രനായ ക്രിസ്തു നമ്മെപ്പോലെ പച്ചയായ ശരീരത്തിൽ ദൈവം എത്ര കഠിനമായ ഒരു ടെസ്റ്റിലൂടെ പോകാൻ അനുവദിച്ചു എന്ന കാര്യം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ എന്ത് യാഥാർത്ഥ്യമാണ് നമ്മളെ കാണിക്കുന്നത്. ആ ടെസ്റ്റിലെല്ലാം വിജയിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ പറയൂ. നമുക്ക് ആ വേദഭാഗം അറിയാം. ബട്ട് ഇറ്റ് വാസ് എ റിയൽ ടെസ്റ്റ്. അത്ര വിശന്നു എന്നുള്ള പദം ചുമ്മാ നമുക്ക് തോന്നുന്ന ഒരു ഉച്ചവിശപ്പോ വൈകുന്നേരത്തെ വിശപ്പോ അല്ല. പിള്ളേർ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വരുമ്പോൾ തോന്നുന്ന ഒരു വിശപ്പിൻ്റെ കാര്യമല്ല അത് പറയുന്നത്, അല്ലേ? 4 മണിക്കൊക്കെ വരുമ്പോൾ ഭയങ്കര വിശപ്പാണ് കുഞ്ഞുങ്ങൾക്ക്. കാരണം ഉച്ചയ്ക്കും കുറച്ചേ തിന്നത്തുള്ളൂ. എന്തേലും ആ വിശപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. 40 രാവും 40 പകലും ഉപവാസത്തെക്കുറിച്ച് കൂടെ ഒരു കാഴ്ച അവിടെ തരുന്നുണ്ട്. ഈസ് ഫാസ്റ്റിംഗ് ബിബ്ലിക്കൽ? ഉപവാസം വചനാധിഷ്ഠിതമാണോ? തീർച്ചയായിട്ടുമാണ്. 40 രാവും 40 പകലും കർത്താവ് മാത്രമാണോ ഉപവസിച്ചത്? അല്ല. ഏലിയാവിനും മോശയ്ക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുവാൻ കഴിയുമെങ്കിൽ അവന് പരമാവധി ഉപവസിക്കാൻ കഴിയുന്ന ഒരു ടൈം ലൈനാണ് 40. അതുകൊണ്ട് 41 എന്ന കണക്കിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ചിലർ അങ്ങനെ ശ്രമിക്കാറുണ്ട്. നോ, കർത്താവിനെ ഞാൻ കടത്തിവെട്ടി 41. നോ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഫെയർ. നമുക്ക് ദൈവാത്മാവിനാൽ പോലും ശക്തീകരിക്കപ്പെടാൻ ബൈബിൾ തന്ന ഒരു പരമാവധി ടൈം ലൈനാണ് അതെന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. നോ, യു ക്യാൻ കറക്റ്റ് മീ. ദാറ്റ്സ് മൈ ഇൻറ്റ്യൂഷൻ, ദാറ്റ്സ് മൈ കോൾ. അതാണ് മോശയും ഏലിയാവിലും നമ്മൾ കാണുന്നത്. അവരും 40 രാവും 40 പകലും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുമെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു പരമാവധി ടൈം ലൈനാണ്. നമ്മുടെ ഹ്യൂമിലിറ്റിയെ കാണിക്കാൻ, നാം ദൈവമുമ്പിലുള്ള നമ്മുടെ നുറുക്കത്തെ ഒക്കെ ഉപവാസം കാണിക്കുന്നുണ്ട്. ഇതിനെ ഉപവാസം നിർണായകമാണ്. പക്ഷെ പഴയ നിയമത്തിലെ ഉപവാസവും പുതിയ നിയമത്തിലെ ഉപവാസം 2 വിധത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യരുതെന്ന് പറയുന്നത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, വെൻ യു ഫാസ്റ്റ് എന്നുള്ള കാര്യം പറയുന്നത്. കാരണം പഴയ നിയമത്തിലെ ഉപവാസം വ്യത്യാസമായിരുന്നു. ഇൻക്ലാബ് എന്നുള്ള ഒരു നിലയിൽ ഈ ഉപവാസ സമരം പലപ്പോഴും അങ്ങനെ കഠിനമായ പക്ഷെ അതിലൊരു ആത്മീയ അർത്ഥം ശരിക്കും ചികഞ്ഞെടുത്താൽ പഴയ നിയമത്തിലെ ഉപവാസം അത് താഴ്ത്തലിൻ്റെ, നിനവെ പട്ടണം 3 ദിവസം ഉപവസിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവമുമ്പിൽ അവരെ താഴ്ത്തുന്നതിൻ്റെ അനുതാപത്തിൻ്റെ ഒക്കെ ഒരു ചിത്രമായിട്ടല്ലേ ആ ഉപവാസം വരുന്നത്. സം ടൈം ഫാസ്റ്റിംഗ് ക്യാൻ ബി ദാറ്റ് എ സിംബൽ ഓഫ് റിപ്പൻറ്റൻസ്. ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു ചിത്രമായി അത് വരും. അപ്പോൾ ഉപവാസത്തിന് ആഴമേറിയ അർത്ഥമുണ്ട്. അത് അനിവാര്യമാണ്. അത് അനുയോജ്യമായ വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കൃത്യമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉപവസിക്കണം എന്നുകൂടെ ഞാൻ ആ അവസരത്തിൽ ഈ മാതൃക കർത്താവ് കാണിച്ചു തന്ന ഈ മാതൃകയിൽ നിന്ന് ഞാൻ പറയട്ടെ. ആത്മീയമായി ദൈവവേലയ്ക്ക് വേണ്ടി നിർണായകമായ കാര്യങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, ഒരു ഫാസ്റ്റിങ്ങോടുകൂടെ ഉപവാസത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും വലിയ പ്രത്യേകതയുണ്ട്, അതിനർത്ഥമുണ്ട് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ നമ്മോട് പറയട്ടെ. പക്ഷെ ആരോഗ്യ പ്രശ്നമുള്ളവർ ഉപവസിക്കുന്നത് എങ്ങനെയാണെന്നുകൂടെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ നമ്മൾ പരിശോധിക്കണമെന്നുകൂടെ പറയട്ടെ.
ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് പലരും പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ ഈ ഉപവാസം എടുക്കുമ്പം, പ്രത്യേകിച്ച് ആരോഗ്യ ഡയബറ്റീസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അവർ സർട്ടിഫൈ ചെയ്ത് അവർ കഴിക്കേണ്ട ഫോളോ ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ, കൃത്യമായ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണം ഉപവസിക്കണം എന്ന കാര്യം പടിഞ്ഞാറൻ രാജ്യങ്ങളിലുള്ളവർ നിഷ്കർഷിക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ തോന്നിയതുപോലെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അൾസർ ഉള്ളവരും മറ്റ് പ്രശ്നങ്ങളുള്ളവരും ഒക്കെ തോന്നിയതുപോലെ അങ്ങ് കയറി ഉപവസിക്കരുത്. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ സൂക്ഷ്മതയോടെ നല്ല മാനദണ്ഡങ്ങൾ അവലംബിച്ചുകൊണ്ട് വേണം ഉപവസിക്കാൻ എന്നുകൂടെ ഞാൻ പറയട്ടെ. അല്ലാത്തവർക്ക് കുഴപ്പമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ ആൻഡ് ഈ ലോങ്ങറായ ഫാസ്റ്റിങ്ങിന് കൃത്യമായ കാരണങ്ങളും അത്രയും തീവ്രമായ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ പരമാവധി ടൈം ലൈന് 40 days തന്നെയാണ്. ആൻഡ് നോർമലി വി ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെ ഇന്ന് ഈ സ്റ്റൊമക്ക് പ്രോബ്ലം ഇല്ലാത്തവർ വളരെ കുറവാണ്. കാരണം നമ്മുടെ ആഹാരം അത്രയ്ക്ക് മെച്ചമാണ്. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം വിഷമില്ലാത്തതായതുകൊണ്ട് നമ്മുടെ വയറിന് എല്ലാം വിഷമുള്ളതായതുകൊണ്ട് നമ്മുടെ വയറിന് വലിയ പ്രശ്നങ്ങളാണ്. എന്നോടൊപ്പം ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ ദിസ് ഈസ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ വേർഡ്. ശ്രദ്ധിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം നമ്മൾ ഈ താരതമ്യം കാണുമ്പം സ്വർഗം തുറന്ന അനുഭവത്തിൽ നിന്ന് പിശാചിനാൽ പരിശോധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് നരകം തുറക്കുന്ന അനുഭവമായിരുന്നു. ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നെ നമ്മുടെ രക്ഷകനായിരിക്കാനോ നമ്മുടെ ജീവനായകനായിരിക്കാനോ യോഗ്യത കർത്താവിനില്ല. ഹി വുഡ് ഹാവ് ബീൻ ഡിസ്ക്വാളിഫൈഡ്. ഭക്തന്മാർ പറയുന്ന ഈ ഒരു ഗ്രേസ്, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണമായ മനുഷ്യത്വത്തിൽ ഈ പരീക്ഷകളെ, ഈ അഗ്നിപരീക്ഷയെ അതിജീവിക്കാൻ ഒരു ഡിവൈൻ ഫേവർ കർത്താവിൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതിന് കഴിഞ്ഞതെന്ന്. ദൈവപുത്രനായ കർത്താവിന് പോലും എത്ര കഠിനമായിരുന്നു ഈ പരിശോധന. പക്ഷേ ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാം ആദാമായ ക്രിസ്തു അനേകരെ ജീവനിലേക്ക്, ഒന്നാം ആദാം നിമിത്തം സകല മനുഷ്യരെയും മരണത്തിലേക്കും പാപത്തിലേക്കും ശാപത്തിലേക്കും വലിച്ചിഴക്കപ്പെട്ട ഒന്നാം ആദാം നിമിത്തം വലിച്ചിഴക്കപ്പെട്ടെങ്കിൽ ഈ ടെസ്റ്റിൽ പാസ്സായില്ലെങ്കിൽ ഒരിക്കലും ജീവനിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് കർത്താവിന് കഴിയുമായിരുന്നില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ടെസ്റ്റ് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്നുണ്ടോ? ആ കാഴ്ചയോടെ ഈ വേദഭാഗങ്ങൾ നമ്മൾക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ടൈം ഞാൻ അവെയറാണ്, പക്ഷേ എന്നോടൊപ്പം നിങ്ങൾ ചിന്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് അപേക്ഷിക്കുന്നു. കർത്താവിന് ഒരിക്കലും നമ്മെപ്പോലെ വളർച്ച പ്രാപിക്കാനോ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയില്ലായിരുന്നു. ഉണ്ടായിരുന്നു? ഈ ദൈവത്തിന് ഇംപ്രൂവ് ചെയ്യണോ എവിടെയെങ്കിലും? പക്ഷേ എബ്രായ ലേഖന 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവും അതൊന്ന് വായിക്കാമോ? നമ്മൾ സാധാരണ വായിക്കുന്നൊരു വാക്യമാണെങ്കിലും ഈ അവസരത്തിൽ പ്രധാനപ്പെട്ട 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, നമ്മോടൊപ്പം ചേരാൻ, നമുക്ക് മാതൃകയാവാൻ സ്നാനത്തിൽ മനുഷ്യവർഗത്തോട് അനുരൂപപ്പെട്ടതുപോലെ തന്നെ കർത്താവ് ഈ അഗ്നിപരീക്ഷയിലും പരിശോധിക്കപ്പെടുന്ന നമുക്ക് വേണ്ടി ഒരു മാതൃകയായി തീരുകയാണ്. Now listen to me. 2:18, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സഹായിപ്പാൻ കഴിവുള്ളവനല്ല ആകുമായിരുന്നില്ല. ഇപ്പോൾ സഹായിക്കാൻ പറ്റും. നമ്മുടെ ഏത് പരിശോധനയിലും ഏത് പരീക്ഷയിലും എൻ്റെ കർത്താവിന് മനസ്സിലാവാത്ത ഒരു പരീക്ഷയിലൂടെയും നമ്മൾ പോവില്ല എന്ന ധൈര്യം. ഞാൻ കടന്നു പോകുന്ന ഏത് തരത്തിലുള്ള ടെസ്റ്റ് ആണെങ്കിലും ആ ടെസ്റ്റിലൊക്കെ എന്നെ സഹായിക്കാൻ പ്രാപ്തനാണ് കർത്താവ്, എനിക്ക് മോഡലാണ് കർത്താവ്. അത് കർത്താവ് കാരണം പരീക്ഷിക്കപ്പെട്ടു എന്നതാണ് അതിൻ്റെ ആധാരം. എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ പരിശോധന, ആ ടെസ്റ്റ്. ശ്രദ്ധിക്കുന്നവർക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. 14-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ സാധാരണ വായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാക്യമാണ്.
ഈ വാക്യം ഹൃദയത്തിൽ സൂക്ഷിക്കണമേ. എബ്രായ ലേഖനം തന്നെ 4:15 വാക്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ഷമിക്കണം. നമുക്കുള്ള മഹാപുരോഹിതൻ കഴിയാത്തവനല്ല. എന്തുകൊണ്ടല്ല? പരീക്ഷിക്കപ്പെട്ടത് കൊണ്ടല്ല. He was tested. ഈ 40 രാവും 40 പകലും ഈ സഹതാപം കാണിക്കാൻ how fierce is testing എന്നത് കർത്താവിന് അറിയാം. പാപമൊഴികെ സർവത്തിലും എന്നത് അടിവരയിടണം. പാപമൊഴികെ സർവത്തിലും ഒരു മനുഷ്യൻ കടന്നു പോകാവുന്ന എല്ലാ ടെസ്റ്റുകളുടെയും ഒരു റാൻഡം സാമ്പിളിങ്ങിലൂടെ കർത്താവ് കടന്നുപോയി. ഒരു സാമ്പിളിങ്, ആ ഒരു എക്സ്പീരിയൻസിലൂടെ, അതിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസിലൂടെ കർത്താവ് കടന്നു പോയിട്ടുണ്ട്. Therefore he can understand. നിങ്ങൾക്കതൊരു ഹോംവർക്കായിട്ട് ചെയ്യാം. ഏത് തരത്തിലുള്ള പ്രശ്നമായിരിക്കും ഇനി കർത്താവിന് മനസ്സിലാവാത്തത്? ഏത് തരത്തിലുള്ള പ്രശ്നമായിരിക്കാം കർത്താവിന് മനസ്സിലാകാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. നോ, വി വിൽ ഹാവ് സം ആൻസർ. വചനത്തിൽ നിന്ന് എവിടെയെങ്കിലും നമുക്കൊരു ഉത്തരം കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മനുഷ്യൻ കടന്നു പോകാവുന്ന ഏത് വേദനകളിലൂടെയും കർത്താവ് കടന്നു പോയി എന്നാണ്. എല്ലാം നമുക്ക് റെക്കോർഡഡായി കിട്ടിയിട്ടില്ല. ഒരു ഭക്തൻ പറഞ്ഞ 3 മണിക്കൂർ ഇരുട്ടുണ്ടായപ്പോൾ എന്താ ചെയ്തതെന്ന് പറയുകയാണ്. ഈ 3 മണിക്കൂറുകൾ കർത്താവ് നട്ടുച്ചയ്ക്ക് ഇരുട്ടായി. 3 hours ഓഫ് ഡാർക്ക്നെസ്. അതല്ലേ പറയുന്നത്? 3 മണിക്കൂർ നേരമുള്ള ഇരുട്ട് എന്തിനായിരുന്നു എന്ന് ചോദിക്കുന്നതിന് സ്പർജൻ പറയുന്ന മറുപടി എന്നെ എപ്പോഴും വളരെ ചിന്തിപ്പിക്കാറുണ്ട്. സ്പർജൻ പറയുന്നത്, ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾ യേശുവിൻ്റെ മുകളിൽ ചുമത്തുകയായിരുന്നു ആ മണിക്കൂറുകളിൽ. എന്താണ്? 3 long hours. അത് നമ്മൾക്ക് എന്ത് സത്യമാണ് പറഞ്ഞു തരുന്നതെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് നമുക്ക് ചോദിക്കാം. ദാറ്റ് ഇൻക്ലൂഡഡ് മൈ സിൻ ആസ് വെൽ. എൻ്റെ പാപങ്ങളും അതിലുൾപ്പെടുന്നു. ശരിയല്ലേ? സകല ലോകത്തിൻ്റെ പാപം മുഴുവനും ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാട്, ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടായി അവിടുന്ന് തീർന്നു എന്ന സത്യത്തിൻ്റെ ആഴം അല്ല ഒരായുസ് കൊണ്ടോ ഒരനന്തത കൊണ്ടോ നമ്മൾ മനസ്സിലാക്കി തീരില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ആ ഒരു ജ്ഞാനം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മളുടെ സഹതാപം കാണിക്കാൻ, നമ്മെ സഹായിക്കാൻ കർത്താവിന് കഴിയും എന്ന കാര്യം കൂടെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിലൂടെ എല്ലാം കടന്നു പോയിട്ടും താന് പാപം ചെയ്യാത്തവനായി, പാപം ഒഴികെ പാപരഹിതനാണ് കർത്താവ് എന്ന് തെളിയിക്കപ്പെടുക കൂടെ ചെയ്തു. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ചില കാര്യങ്ങൾ കൂടെ ഒരുമിച്ച് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് തന്നെ കടന്നു വരാം. ഓടിച്ച് ചില കാര്യങ്ങൾ കൂടെ. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലെന്ന് കരുതുന്നു. Now listen to me very carefully. ഞാൻ എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിശാചിൽ പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അടുത്ത വാക്യം വായിക്കൂ. രാവും 40 പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. ആ വിശപ്പ് അത് മരണത്തോളമുള്ള വിശപ്പായിരുന്നു. നമ്മുടെ ഈ പിശാചൻ നോക്കി നിന്നത് ഏറ്റവും ബലഹീനമായ സമയത്ത് നമ്മുടെ തലക്കടിക്കാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയിരിക്കുമ്പോൾ, നമ്മളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടായി നമ്മളൊരു അല്പം ഇമോഷണലി വീക്കായിരിക്കുന്ന സമയത്ത് he traps us, he tricks us. ഇത് അന്നുണ്ടായ ഏതിനിലോ കർത്താവിൻ്റെ പരിശോധനാ സമയത്തോ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓരോ ദിനങ്ങളിലും ചെറുതും വലുതുമായി കടന്നു പോകുന്ന ചെറിയ ചെറിയ ടെസ്റ്റുകളുണ്ട്. ഈ ചെറിയ ഒരു ടെസ്റ്റിൽ പാസ്സായാലും മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്, മോശമായി റിയാക്ട് ചെയ്യാൻ
നന്നായി റിയാക്ട് ചെയ്യാൻ കഴിയുമായിരുന്നിരിക്കെ മോശമായി റിയാക്ട് ചെയ്താൽ ആ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിലായി. എഗെയിൻ യു വിൽ ഹാവ് ടു വർക്ക്. അതിനെ പ്രവർത്തിക്കണം. കോപം വന്ന് ഒരു തിന്മ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി, അതിനെ അതിജീവിക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കെ ആ കോപത്തിന് കീഴ്പ്പെട്ട് നിങ്ങൾ ആ തിന്മ പ്രവർത്തിച്ചാൽ ആ ടെസ്റ്റിന് ഫെയിലായി. എഗെയിൻ യു വിൽ ഹാവ് ടു വർക്ക്. ടെസ്റ്റ് ചെയ്യപ്പെടണം, എഗെയിൻ പരീക്ഷിക്കപ്പെടണം, എന്ന് പരിശോധിക്കപ്പെടണം. ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ 100 തീരുമാനങ്ങളിൽ നമ്മൾ പരാജിതരാവുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. ഒരുപാട് വിജയങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്, ഒരുപാട് പരാജയങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ പരാജയത്തിലും ഓരോ വിജയം ദൈവം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുമുണ്ട്. ഹല്ലേലൂയ. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് ചെയ്യുന്ന ഇന്നെല്ലാം നമ്മൾ കർത്താവിൻ്റെ വർക്ക്ഷോപ്പിലാണ് പ്രിയരെ. നോ ലിസൺ ടു മീ. നമ്മളെല്ലാം കർത്താവിൻ്റെ വർക്ക്ഷോപ്പിലാണ്. തീർന്ന പണിയല്ല ഇത്, തീർന്നിട്ടില്ല. ഹി ഈസ് വർക്കിംഗ് ഓൺ us. ഹി ഈസ് വർക്കിംഗ് ഇൻ മീ. എന്നിൽ പ്രവർത്തിക്കുന്നു. എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഹി ഈസ് വർക്കിംഗ് ഇൻ മീ. പക്ഷേ നമ്മളൊരു പരീക്ഷയെ, ഒരു പ്രലോഭനത്തെ അതിജീവിക്കുമ്പോൾ ഹി റിജോയ്സസ്. നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആത്മീയ മസിലുകൾക്ക് ഒന്നുകൂടെ ബലം കിട്ടി, ഒന്നുകൂടെ ബലം കിട്ടി. ഒരു നിരാശയെ നമ്മൾ ദൈവത്തിൻ്റെ ആശ കൊണ്ട്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് അതിജീവിക്കുമ്പോൾ, ഒരു ഡിപ്രസിങ് തോട്ടിനെ അതിജീവിച്ച് ഹൃദയത്തിൽ സന്തോഷം തരുന്നൊരു വചനം പാടുമ്പം നമുക്കൊരു വിജയമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? യു ആർ ഓവർകമ്മിങ് സം കൈൻഡ് ഓഫ് എ ടെസ്റ്റിംഗ്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. എല്ലാം നിരാശയാണ്, ഡൂമാണ്, പ്രശ്നമാണ് എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ യു തിങ്ക് ഓഫ് ഗോഡ് ബിയോണ്ട് ദറ്റ് പ്രോബ്ലം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ, തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നാത്ത സമയത്ത് പോയി പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളൊരു ടെസ്റ്റ് ജയിച്ചു എന്ന് നിങ്ങൾ അറിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിശ്ചിതത്വമായ നമ്മുടെ ഭാവി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, എല്ലാം മൂടലാണ്. പക്ഷേ ദൈവം എൻ്റെ ഭാവി കരുതിക്കൊള്ളുമെന്ന് നമ്മൾ പാടുമ്പം നമ്മളൊരു ടെസ്റ്റ് ജയിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന വലിയ തീയമ്പുകൾ, ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ടെസ്റ്റായി കർത്താവിന് അനുഭവിച്ച ഈ 40 രാവും 40 പകലും അനുഭവിച്ച ഈ ടെസ്റ്റിൻ്റെ ഒരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. പക്ഷെ കർത്താവിനെ സംബന്ധിച്ച് ഈ ടെസ്റ്റ് ജയിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ രക്ഷകനാവാൻ യോഗ്യനാകുമായിരുന്നില്ല. ഇന്ന് നമുക്ക് സഹായം ഈ കർത്താവിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യം കൂടെ നമുക്കിതിൽ നിന്നുണ്ടായി എന്നതുകൂടെ ഇന്ന് ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കുന്നവർക്കായി ദൈവത്തിന് നന്ദി പറയും. നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഓടിച്ചു വായിക്കാം. 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഞാൻ വചനം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തെളിവായി വെളിപ്പെട്ട് വരും. ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതൽ, എനിക്കെപ്പോഴും ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ വചനം പറയുമ്പോൾ പരിചയമുള്ള വേദഭാഗങ്ങളാണെങ്കിലും ദൈവമേ അതിൽ നിന്ന് ചില ഞാൻ കാണാത്ത അർത്ഥങ്ങൾ കാണാനുള്ള ഒരു കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആൻഡ് സം ടൈം ഗോഡ് ഗിവ്സ് മീ ദാറ്റ് ഗ്രേസ്. അപ്പോൾ ഈ പരീക്ഷകൻ അടുത്തു വന്നു എന്ന പദം ഞാൻ ഇന്ന് ശ്രദ്ധിക്കുകയാണ്, നിങ്ങളുടെ മുമ്പിൽ പെടുകയാണ്. അപ്പോൾ ഈ അടുത്തു വന്നു എന്ന് പറയുമ്പോൾ അതുവരെ ഈ ദൂരത്ത് നിന്ന് മാറി നിന്ന് നോക്കുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം? Now, do you know that evil spirits, devil himself അല്ല, പ്രധാന ആളൊന്നും വരത്തില്ല, ഈ സ്പിരിറ്റ്സുകളെല്ലാം മാറി എന്ന് വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ. ഏഞ്ചൽസും ഉണ്ട്. ലിസൺ ടു മീ. നമ്മൾ ഇപ്പോഴാണ് ക്യാമറയൊക്കെ വെച്ച് തുടങ്ങിയത്, ഇപ്പോൾ ഈ അടുത്ത കാലത്താ. പക്ഷേ ദൈവത്തിൻ്റെ ഈ ക്യാമറ കണ്ണുകളിൽ ഈ ഡെവിളും ഈ ദൈവവും നമ്മളെ കൃത്യമായി വാച്ച് ചെയ്യുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടോ? യു ആർ ബീയിങ് വാച്ച്ഡ്. അവിടെ ഒരു ക്യാമറ കണ്ണുണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറില്ല. അത് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വി ആർ ബീയിങ് വാച്ച്ഡ്. ഈവിൾ സ്പിരിറ്റ്സും ഏഞ്ചലിക് സ്പിരിറ്റ്സും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് അൺസീൻ ആയതുകൊണ്ട് അത് റിയൽ അല്ലെന്ന് നിങ്ങൾ കാണരുത്.
ഇത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് അത് യാഥാർത്ഥ്യമല്ലെന്ന് കാണുന്നുണ്ട്. അടുത്തു വന്നു എന്ന് പറഞ്ഞാൽ അകലെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അടുത്തു വരുന്നത് എപ്പോഴാണ്? നമ്മളെ ട്രിക്ക് ചെയ്യാനോ നമ്മളെ വീഴ്ത്താനോ പറ്റുന്ന ഏറ്റവും ബലഹീനമായൊരു പോയിന്റിൽ അടുത്ത് വരുന്നത്. ഇവിടെ കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് വിശന്ന് ഫിസിക്കലി, അതിന് വേറെ വാക്കുകളൊന്നും പറഞ്ഞ അങ്ങേയറ്റമെത്തിയപ്പോൾ അടുത്ത് വന്നു. That's when he comes to you. When you're weak emotionally, when you're mentally weak, when you're fearful, when you're timid, he comes. നിരാശയിലായിരിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ, that's when he comes near. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റിയാലിറ്റി അല്ലേ? ജീവിതത്തെ തിരിഞ്ഞു നോക്കിയാൽ ഭവനങ്ങളുടെ അകത്തുണ്ടാകുന്ന സംഘടനകൾ പോലും അങ്ങനെയുള്ള ബലഹീന നിമിഷങ്ങളിൽ നമ്മെ പിശാച് ട്രിക്ക് ചെയ്തതാണ്. ആൻഡ് വി ഫെൽ. നമ്മൾ ആ പരിശോധനയിൽ പരാജയപ്പെട്ടു. പക്ഷെ വിഷമിക്കാതെ വീണ്ടും എഴുന്നേറ്റ് റെക്കൺസൈൽ ചെയ്ത് മുൻപോട്ട് പോകാനുള്ള ഒരു കൃപ ആണ് നമുക്ക് വേണ്ടത്. ആ കൃപ നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താഴോട്ട് ഓടിച്ച് വായിക്കാം. പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കൂ, ഈ ഭാഗങ്ങൾ നമ്മൾ പല നിലകളിൽ വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും യോജിച്ചതായി തോന്നുന്നൊരു കാര്യം, ഇവിടെ യേശുവിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ചോദ്യം ചെയ്തത് എന്നതാണ് പൊതുവേ പറയുന്നത്. നീ ദൈവപുത്രനെങ്കിൽ എന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഏതോ വാക്യത്തിൽ മൂന്നാം വാക്യം എടുത്തേ. ഇവിടെ ദൈവപുത്രനാണെങ്കിൽ എന്നതല്ലത്രേ ശരിയായ ധ്വനി. എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. കർത്താവ് ദൈവപുത്രനാണെന്ന് പിശാചിന് കൃത്യമായിട്ട് അറിയാം. സംടൈം ഹി ചലഞ്ചസ് ഓൾസോ. നമ്മൾ ദൈവമക്കളാണെന്ന് നമ്മളുടെ മുദ്ര പിശാചിന് കാണാമെന്നാണ് പറയുന്നത്. ദ ഡെവിൾ നോസ്. നമ്മളെ അറിയാം, നമ്മളെ മാർക്ക് ചെയ്തറിയാം, പക്ഷെ നമുക്കറിയത്തില്ല. ചിലപ്പം പിശാചിനറിയാം. നോ, നീ ദൈവപുത്രൻ എങ്കിലെന്നല്ല അതിൻ്റെ ധ്വനി. ഇതിൽ യഥാർത്ഥ അർത്ഥം ഇംഗ്ലീഷ് വായിച്ചേ. ആൻഡ് വെൻ ദ ടെംപ്റ്റർ കെയിം ടു ഹിം ഹി സെഡ്, ഇഫ് thou be the son of God, if you are the son of God എന്നായിരുന്നില്ല. if thou be the son of God, നീ ദൈവപുത്രനാണല്ലോ എന്ന നിലയിലാണ് പറഞ്ഞ. മനസ്സിലായോ? നീ ദൈവപുത്രനാണല്ലോ, അപ്പൊ പിന്നെ ഇത്രയ്ക്കും വിശന്നിരിക്കണോ? നിന്റെ ശാരീരിക ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഈ കല്ലിനെ അപ്പമായി തീരാൻ ഒന്ന് കൽപ്പിച്ചാൽ പോരെ, നീ ദൈവപുത്രനാണല്ലോ എന്ന ട്രിക്കായിരുന്നു അത്. ഇതേ ട്രിക്ക് തന്നെ അവിടെ നടന്നത്, ഏതെങ്കിലും നടന്നത്, മറ്റൊരു രൂപത്തിൽ, മറ്റൊരു ഭാവത്തിൽ. അതാണ് അതിൻ്റെ ധ്വനി എന്നതാണ് കുറച്ചുകൂടെ യോജിച്ചിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇറ്റ് വാസ് നോട്ട് എ ചാലഞ്ച് ഓഫ് ഐഡൻറ്റിറ്റി. നീ അതാണല്ലോ, പക്ഷെ അതുകൊണ്ട് നീ ഈ ചെറിയ കാര്യം അങ്ങ് ചെയ്തുകൂടെ? കാരണം ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചോ ഇല്ലയോ? പോഷിപ്പിച്ചു. അപ്പം അത്രയും ചെറിയ ഒരു വസ്തുവിൽ നിന്ന് ഇത്രയും പേരെ പോഷിപ്പിക്കാനും കർത്താവിന് കഴിയും. പക്ഷെ ഇവിടെ എന്താ, ഈ പരീക്ഷകൻ വന്ന് പറഞ്ഞപ്പോൾ നീ കല്ല് ഇത്രയും വിശന്ന് നീ ഇരിക്കണോ? സ്വന്തം ആവശ്യങ്ങൾ, ന്യായമായ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവത്തിൻ്റെ ഫേവർ സീക്ക് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഇനി നിങ്ങൾ പറ. ന്യായമായ ആവശ്യമല്ലേ? ന്യായമായ ആവശ്യമല്ലേ? ഞാൻ രാജാതിരാജാവിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറ് വേണം എന്നത് അന്യായമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. കാരണം രാജാതിരാജാവിൻ്റെ മകന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറ് കൊണ്ടുനടന്ന വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് എനിക്കിപ്പോൾ ആവശ്യമാണോ, അതിപ്പോൾ ഞാൻ ചെയ്യണോ എന്നതാണ് പ്രശ്നം. നമ്മുടെ ന്യായമായ ആവശ്യമല്ല അത്രയും വലിയ കാറൊന്നും. നമുക്ക് ഓടിച്ചടക്കാൻ എന്തെങ്കിലും വേണോ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, അത് മറ്റൊരു വിഷയമാണ്, പോകട്ടെ. പക്ഷേ ഇന്ന് പലരും അങ്ങനെ വചനത്തെ വ്യാഖ്യാനിക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ എന്തോ സംഭവിച്ചത്? പരീക്ഷകൻ അടുത്ത് വന്ന് എന്താ പറഞ്ഞത്? ന്യായമായ ഈ ആവശ്യം നിറവേറ്റാൻ വേണ്ടി സൂപ്പർ നാച്ചുറലായ ഫേവർ ചോദിക്കാൻ ആണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കർത്താവ് അത് നിരസിച്ചത്? എങ്ങനെയാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നിരസിച്ചത്? എങ്ങനെയാണ് ഈ ടെംപ്റ്റേഷൻ ഇത് ട്രിക്ക് ആണെന്ന് മനസ്സിലായത്? എങ്ങനെയാണ് കർത്താവിനത് മനസ്സിലായി? എന്തുകൊണ്ടാണ് അത് പ്രധാനമെന്നറിയാമോ? പിന്നീട് ശ്രദ്ധിക്കൂ,
വളരെ ശ്രദ്ധിക്കും. ഇതിൻ്റെ അവസാനത്തിലേക്ക്, ഈ ടെംപ്റ്റേഷൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഈ ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൂതന്മാർ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഏലിയാവിന് മാത്രമല്ല, ആ വിശപ്പിന് ആ ശുശ്രൂഷിച്ചതിൽ വിശന്നിരിക്കുമ്പോൾ ശുശ്രൂഷ എന്തുവാ? ഫുഡായിരുന്നു. അപ്പോൾ ആ ഫുഡ് കർത്താവ് സ്വീകരിച്ചോ? എന്നാൽ പിന്നെ ഇപ്പോഴും വേണ്ട, ഞാനങ്ങ് മരുഭൂമി വീട്ടിൽ നാട്ടിൽ പോയി ചെയ്യാം എന്നാണോ കർത്താവ് പറഞ്ഞത്? He received it. But when time came, സമയത്ത് ദൈവം നമുക്ക് വഴികൾ തുറക്കുമ്പോൾ സ്വീകരിച്ചോളൂ. There is nothing wrong. പക്ഷെ സമയത്തിന് മുൻപേ ദൈവത്തിൻ്റെ ടൈമിംഗ് ആയിരുന്നു പ്രധാനം. കർത്താവിന് ആ കല്ലിനോട് പറഞ്ഞ അപ്പം ആവില്ലേ? ആവും. പക്ഷെ ദൈവഹിതമല്ലാത്തത് എനിക്ക് വേണ്ട, ദൈവത്തിൻ്റെ സമയത്ത് മാത്രം മതി എന്ന് പറയുന്ന മനോഭാവമാണ് ഒരു പുത്രനുള്ളത്, പുത്രത്വത്തിനുള്ളത്. ഈ വചനം ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് അവിടുത്തെ ചിന്തയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകാം. അതിനെ കർത്താവ് അതിജീവിച്ചത് എങ്ങനെയാണ്? ആ പരീക്ഷ അതിജീവിച്ചത് എങ്ങനെയാണ്? നമ്മൾ സാധാരണ അത് ഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, 4-ാം വാക്യം ശ്രദ്ധിക്കൂ. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കൂ. ഇത്രയും വിശപ്പിന്റെ അതികാഠിന്യത്തിൽ ഇതിന് മീതെ പോകാൻ പറ്റില്ല. നിൽക്കുമ്പോൾ കർത്താവ് അതിജീവിച്ചത് എന്തു പറഞ്ഞിട്ടാണ്? ഇവിടെ അപ്പം കൊണ്ട് മാത്രമുള്ളതെന്നല്ല പ്രധാനം, എഴുതിയിരിക്കുന്നു എന്ന വാക്കാണ്. ഇന്നലെയും മോളെന്നോട്, എൻ്റെ ഇളയ മോള് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പം പറയാൻ സമയമില്ല. ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ്. എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ് തോൽപ്പിച്ചത്. എഴുതപ്പെട്ട എഴുത്ത് രൂപത്തിൽ നമുക്ക് ലഭിച്ച വെളിപ്പാട് മതി പിശാചിനെ സൂപ്പിക്കാൻ. അതല്ലേ അവിടുത്തെ അപ്പം കൊണ്ട് മാത്രമല്ല, അവിടെയാണ് എംഫസിസ് വരുന്നത്. പക്ഷേ ഇറ്റ് ഈസ് റിട്ടൺ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എഴുതപ്പെട്ടതായി കൃത്യതയോടെ നമുക്ക് തന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏത് തന്ത്രങ്ങളോടും എതിർത്ത് നിൽക്കാനുള്ള വഴി അതിൽ എഴുതിയിട്ടുണ്ട്. എഴുതപ്പെട്ടത്. നമ്മളെപ്പോഴും വിചാരിക്കുന്ന വലിയ എഴുതപ്പെടാത്ത ചില വെളിപ്പാടുകൾ കിട്ടിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന. നോ, ഞാൻ അതൊന്നും ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ കർത്താവ് എന്താ ചെയ്ത്? എഴുതിയിരിക്കുന്ന റിയാലിറ്റിയെ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇറ്റ് ഈസ് റിട്ടൺ. മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഇറ്റ് ഈസ് റിട്ടൺ. എഴുതപ്പെട്ട സത്യങ്ങൾ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുന്നത്. എൻ്റെ അപ്രീഷിയേറ്റ് സിസ്റ്റർ പ്രീതി ഇന്ന് 91-ാം സങ്കീർത്തനം പഠിക്കാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ട് മോളും അത് പഠിച്ചു. ആൻഡ് ഷീ വാസ് റിസൈറ്റിംഗ്. ഐ വാസ് സോ ഹാപ്പി. അങ്ങനെ നമ്മൾ വചനം പഠിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാമോ? ചില സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ ഇവിടെ വന്ന് വാക്യം പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാമോ? ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെയും നമ്മളെയും റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇറ്റ് ഈസ് റിട്ടൺ. എഴുതപ്പെട്ട സത്യങ്ങൾ ചില സമയത്തുണ്ടല്ലോ വലിയ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഒരു വാക്ക് മതി, ഒരു വചനം ഓർമ്മയിലേക്ക് വന്നാൽ മതി. ചില പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മളെ അത് സഹായിക്കും. ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഈ വചനം കേൾക്കുന്ന കാര്യങ്ങൾ ഈ മുക്കാലും മറന്നുപോയാലും കുഴപ്പമൊന്നുമില്ല. ചില വാക്ക് മതി. എഴുതപ്പെട്ട സത്യങ്ങളല്ലേ നമ്മളിവിടെ പ്രസംഗിക്കുന്നത്. വെളിപ്പാടുകൾക്ക് പ്രാധാന്യമുണ്ട്. എഴുതിയിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചമാണ് നമുക്ക് കിട്ടുന്നത്. പുതിയ വെളിപ്പാടുകളാണെന്ന് പറഞ്ഞാലും എഴുതപ്പെടാത്ത കാര്യങ്ങളൊന്നുമല്ല നമുക്ക് കിട്ടുന്നത്. എഴുതിയിരിക്കുന്ന സത്യങ്ങളെ കുറച്ചുകൂടെ തെളിവായി മനസ്സിലാക്കാൻ ചില വെളിപ്പാട് നിങ്ങൾക്ക് ദൈവം തരികയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ആബ്സല്യൂട്ട്ലി ഫൈൻ. ഇനി അതൊന്നും ഇല്ലാതെ എന്തോ സൂപ്പർ നാച്ചുറലായ കാര്യം ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് നിങ്ങളില്ലാത്ത വെളിവുകേടുകളൊന്നും പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യരുത്, പറയുകയും ചെയ്യരുത്. ദിസ് ഇസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. ഈ പരീക്ഷയിൽ നിന്ന് എനിക്ക് വളരെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം എന്നെ വല്ലാതെ സ്പർശിച്ചു. കർത്താവ് പറഞ്ഞു ഇറ്റ് ഈസ് റിട്ടൺ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാ.
അപ്പം എഴുതിയിരിക്കുന്ന റിയാലിറ്റി തന്നെ ഉപയോഗിച്ചല്ലേ കർത്താവ് അതിജീവിച്ചതെന്നാണ് ചോദ്യം. അടുത്ത വാക്യം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഭാഗത്തിന്റെ വിശദീകരണം തേടാതെ ഞാൻ മറ്റൊരു ആംഗിൾ ഇവിടെ പറയുകയാണ്. കാരണം ഈ ഭാഗം നമ്മൾ വായിക്കുന്നതാണ്. ഇവിടെ കർത്താവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം പിശാചും പറഞ്ഞു ഇങ്ങനെയും കൂടെ എഴുതിയിരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ പിശാച് കൗണ്ടർ ചെയ്തു കർത്താവിൻ്റെ ആർഗ്യുമെൻറ്റിനെ. എന്നാൽ പിന്നെ നീ ഇവിടെ നിന്ന് ഇത്രയും വലിയ വാഗമണ്ണിൽ നിന്ന് ആരെങ്കിലും ഗ്ലൈഡറെ കയറിയിട്ടുണ്ടോ? കയറാനൊക്കെ ആഗ്രഹമുണ്ട്, ചിലപ്പോൾ അത്രയും ധൈര്യം പോരാ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. അങ്ങനെ ധൈര്യം അഡ്വഞ്ചറും ഉള്ളത് സുരക്ഷിതമാണോ എന്നുള്ള പേടിയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും അഗ്രത്തിൽ നിന്ന് ഗിദ്രോൻ താഴ്വരയിലേക്കോ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് താഴോട്ടൊന്ന് ഇറങ്ങിയാൽ, സൂപ്പർ നാച്ചുറലായ ഈ ക്രിയ ചെയ്താൽ നല്ല എല്ലാവരും വിശ്വസിക്കും എന്ന നിലയിലുള്ളൊരു ടെംപ്റ്റേഷനാണ് ഇവിടെ വരുന്നത്. അൺഡ്യൂ റെക്കഗ്നിഷൻ, അർഹിക്കാത്ത പ്രശസ്തി, ഇത് നമുക്ക് വളരെ ഇഷ്ടമാണ്. നമുക്ക് മനുഷ്യന് വളരെ ഇഷ്ടമാണ്. നമുക്കർഹിക്കാത്ത പ്രശസ്തി കിട്ടാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഇത് ജഡത്തിൻ്റെ ഒരു പ്രവണതയാണ് എൻ്റെ പ്രിയരെ. ദൈവം നമ്മളോട് കൃപ ചെയ്യുമാറാകട്ടെ. ഇവിടെ അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യം എന്താ? കർത്താവ് പറഞ്ഞ എങ്ങനെ എഴുതിയിരിക്കുന്നു പറഞ്ഞ അതേ കാര്യം തന്നെ തിരിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നീ ചാടിക്കോ, നിനക്ക് ചാടാൻ വല്ല പ്രശ്നമുണ്ടോ എന്നാ ചോദിച്ചത്. നോ, ലിസൺ ഹൗ കണ്ണിങ്. നമ്മൾ വചനം പഠിക്കുന്നില്ലെങ്കിൽ നമ്മളെക്കാട്ടിൽ പിശാച് വചനം പഠിക്കുന്നുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? യു ടെൽ മീ. അത് അസ്ഥാനത്ത് കൃത്യമായി കോട്ട് ചെയ്യാൻ കണ്ണിങ്. സ്വന്തം നാശത്തിനായി വചനത്തെ കോട്ടിക്കളയുന്നവരുടെ ഗണത്തിൽ നമ്മൾ പെടരുത്. സ്വന്തം നാശത്തിനായി വചനത്തെ കോട്ടിക്കളയുന്നവരുണ്ട്. ചില കാര്യങ്ങളൊക്കെ ബൈബിളിൽ, ഞാനത് ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്. പത്രോസ് പറയുമ്പോൾ പൗലോസ് എഴുതിയ പല കാര്യങ്ങളും മക്കളെ മനസ്സിലാക്കാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണെന്നാണ് പത്രോസ് പറയുന്നത്. പക്ഷേ ചിലര്, അസ്ഥിരന്മാരായ ചിലര് തങ്ങളുടെ സ്വന്തം നാശത്തിനായി അതും കോട്ടിക്കളയുന്ന, അത് വളച്ചൊടിച്ച് മറ്റൊരു രൂപത്തിലാക്കി അവർ സ്വന്തം നാശം സൃഷ്ടിക്കുന്നെന്നാണ് പറയുന്നത്. നോ, ദൈവവചനം തന്നെയാണ് എല്ലാവരും പ്രസംഗിക്കുന്നത് പറയും. അപ്പോൾ ചോദിക്കും, നിങ്ങൾ സംസാരിക്കുന്നത് കറക്റ്റാണോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ സംസാരിക്കുന്നത് ആബ്സല്യൂട്ട് കറക്റ്റ് ആണെന്നല്ല പറയുന്നത്. നിങ്ങൾക്കത് പരിശോധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തട്ടെ, എന്നിട്ട് വിശ്വസിച്ചാൽ മതി. നമ്മൾ പ്രസംഗിക്കുന്നത് അപ്പാടെ സ്വീകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പ്രസംഗിക്കാറില്ല. അല്ലെങ്കിൽ ഹൈലാൻഡ് ചർച്ചിൽ പ്രസംഗിക്കുന്നത് മാത്രമാണ് വചനമെന്ന് നമ്മൾ പറയാറില്ല. നമ്മുടെ ചുറ്റും ഒരുപാട് സത്യമായി വചനത്തെ പ്രഘോഷിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷെ തെറ്റായി അസ്ഥാനത്ത് കോട്ടിക്കളയുന്നവരുടെ ഗണത്തിൽ നമ്മൾ പെടരുത്. ഇത് വലിയൊരു പരീക്ഷയാണ്. അതുകൊണ്ട് എന്തോരം പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. എത്ര പേര് വഞ്ചിക്കപ്പെടുന്നു. നമ്മൾ വഞ്ചനയിൽ അനേകരെ കൊടുക്കാൻ നമ്മൾ മുഖാന്തരം ഇടവരരുത്. അറിഞ്ഞുകൊണ്ട് ദൈവമേ ഈ വചനത്തിൽ ഒരല്പം ആവേശം ഉണ്ടാവാൻ വേണ്ടി ഇല്ല. പണ്ട് കൊച്ചുകുഞ്ഞു പണ്ടൊരു വലിയ ഉപദേശമുണ്ട്, ആശാരി ഉപദേശി പറയുന്നൊരു കാര്യമുണ്ട്. ഒരാവേശത്തിന് വേണ്ടി ഞാൻ രണ്ട് കാര്യം കൂട്ടി പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു നിലയിലാണ് അദ്ദേഹം ഒരിക്കൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോ, ചുമ്മാ ഒരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യമൊന്നല്ല. ഞാൻ പണ്ട് കഥ പറയുമായിരുന്നു. കഥ പറയുമ്പോൾ നമുക്ക് ആവേശം കൂട്ടാൻ വേണ്ടി എന്തെല്ലാം പറയാം. അങ്ങനെ പറയുന്ന കാര്യമല്ല. ഇതിൽ പറയുന്ന കാര്യം സത്യമായത് മാത്രമേ നമ്മൾ പറയാവൂ. നീ അധികം പറഞ്ഞില്ലേലും അധികം പ്രസംഗിച്ചില്ലേലും സത്യമായത് മാത്രമേ പ്രസംഗിക്കാവൂ. പക്ഷെ നമ്മൾ വചനം പഠിച്ചില്ലെങ്കിലും പിശാച് ശരിക്കും പഠിക്കുന്നുണ്ട് എന്ന കാര്യം ഈ കാര്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് അവനേക്കാൾ സ്മാർട്ടായിട്ട് വചനം പഠിക്കാൻ, ശരിയായ വിധത്തിൽ വചനം വിഭജിക്കാനുള്ള ജ്ഞാനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടെ അല്ലാതെ
വചനം സ്വീകരിക്കരുത്. നിങ്ങൾ ഒരു TV പ്രഭാഷണം കേൾക്കുകയാണെങ്കിലും പ്രാർത്ഥനയോടെ അല്ലാതെ അതിൻ്റെ മുമ്പിൽ ഇരിക്കരുത്. ചുമ്മാതെ ഒരു മെസ്സേജ് ആണെന്ന് പറഞ്ഞിരിക്കരുത്. കർത്താവേ, അത് ശരിയായ വിധത്തിലാണോ അല്ലയോ എന്ന് ഗ്രഹിക്കാനുള്ളൊരു കൃപ എനിക്ക് വേണം എന്ന പ്രാർത്ഥനയോടെ വചനം കേട്ടോളൂ, കുഴപ്പമില്ല. അല്ലാതെ ഇരിക്കരുത് എന്ന് ഞാൻ പറയുന്നു. ഇനി വേഗത്തിൽ 1-2 വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ പരീക്ഷ എങ്ങനെയാണ്? പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവിടുത്തെ അതിൻ്റെ മഹത്വത്തെയും കാണിച്ചു. ഇവിടെ പിശാച് എന്തെങ്കിലും മറച്ചു വെച്ചോ പ്രിയരെ? അതാ ചോദ്യം. ഭാഗം നമുക്കറിയാം. ഇവിടെ എന്തെങ്കിലും മറച്ചു വെച്ചോ? ലോകത്തിലുള്ള പ്രതാപങ്ങളെയും മഹത്വത്തെയും കാണിച്ചു. ഈ പട്ടണത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? പറഞ്ഞാട്ടെ. എറണാകുളം പട്ടണത്തിന്റെ മഹത്വം കാണിക്കാൻ വേണ്ടി ഇന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? മെട്രോ. ഈ മെട്രോ കാണിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്ന, എറണാകുളത്തിന്റെ ഗട്ടർ ആരെങ്കിലും കാണിക്കാറുണ്ടോ? ലിസൺ ടു മീ. കാണിക്കാറുണ്ടോ? വി ഡോണ്ട്. ലോകത്തിലെ ഏറ്റവും ചീഞ്ഞു നാറുന്ന ഗട്ടർ എവിടെയാ? എറണാകുളത്തിലെ മണം വരെ ഉണ്ടെന്നാ പറയുന്നത്. സ്മെൽ, സ്റ്റിങ്കിങ് സ്മെൽ. പിശാച് പ്രതാപം മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന കാര്യം മാത്രം. പക്ഷെ ചീഞ്ഞു നാറുന്ന ഇടനാഴികൾ അവൻ കാണിക്കില്ല. ലോകത്തിന്റെ പ്രതാപം, പാപം നിറഞ്ഞ, രക്തം നിറഞ്ഞ, തിന്മ നിറഞ്ഞ ഈ ലോകത്തിന്റെ ദുഷ്ടത അവൻ മറച്ചു വെച്ചുകൊണ്ട് പ്രതാപത്തെ കാണിക്കുക. ദാറ്റ് ഈസ് അൺറിയൽ. അതാണ് അവിടുത്തെ അപകടം. മഹത്വം കാണിക്കുന്നത് അതിൻ്റെ നിഷ്പ്രഭമായ തിന്മകളെ, അതിനെ നിഷ്പ്രഭമാക്കുന്ന തിന്മകളെ മറച്ചു വെച്ചുകൊണ്ടാണ് പിശാച് കാണിക്കുന്നത്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യവും മഹത്വവും നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പഠിക്കുന്നതെന്നാണ്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും മഹത്വവും ബലവും ദൈവത്തിനുള്ളതാകുന്നു. സകലത്തെയും അവൻ്റെ പാദപീഠമാക്കുവോളം വാഴുന്ന ദൈവമെന്ന് വചനം പറയുമ്പോൾ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെതാണ്. ദൈവം ഈ മഹത്വം എല്ലാം വീണ്ടെടുക്കും. ഏദനിൽ പാരഡൈസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് വീണ്ടെടുക്കുക തന്നെ ചെയ്യും. പക്ഷെ എങ്ങനെ? പാപരഹിതമായി, തിന്മകളെല്ലാം അടിത്തറയോടെ എല്ലാം എടുത്തു കളഞ്ഞ്, എല്ലാ തിന്മകളുടെ വേരുകളും പറിച്ചു കളഞ്ഞ് ആണ് മരണത്തെയും ശാപത്തെയും പാപത്തെയും എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് തൻ്റെ മഹത്വമുള്ള രാജ്യം സ്ഥാപിക്കുമെന്നാണ് വചനം പറയുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. ഇവിടെ ഷോർട്ട് കട്ട് കൊടുക്കുകയാണ്. ഞാൻ തരാം. പക്ഷെ ആ തരാമെന്ന് പറയുന്നതിൽ ഈ തിന്മകളെ കാണിക്കുന്നില്ല. ഈ ലോകത്തിന് മഹത്വമല്ല ശരിക്കുള്ളത്. രക്തം നിറഞ്ഞ, തിന്മകൾ നിറഞ്ഞ, ചീഞ്ഞു നാറുന്ന ഇടനാഴികളാണ് ഇതിൻ്റെ അടിയിൽ മുഴുവനും. ഇതൊരു പൊള്ളയായ റിയാലിറ്റിയാണ്. ഇത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വലിയ മനോഹരമായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? നമ്മുടെ മാലിന്യത്തെ എവിടെ കൊണ്ട് തള്ളുമെന്ന്. ഓരോ രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ വേസ്റ്റുകൾ തള്ളാൻ നമ്മൾ ശ്രമിക്കുകയാണോ? കാർബൺ എമിഷൻസ്, ഇതിനൊക്കെ ആര് പരിഹാരം കൊടുക്കും? നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരെ ലക്ഷക്കണക്കിന് ലിറ്റർ ദുഷിച്ച ഓയിലുകളും മറ്റുമൊക്കെ കൊണ്ട തള്ളുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹൂ ക്യാൻ കറക്റ്റ് ഓൾ ദിസ്? അത് കാലങ്ങൾ കഴിഞ്ഞ് പൊട്ടി, സമുദ്രത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് പൊട്ടി, മീനുകൾ ഭക്ഷിച്ച് മീനുകളിൽ പോലും വിഷാംശങ്ങൾ വരുന്നതിൻ്റെ കാരണം അതാണെന്നാണ് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Now who can correct it? സകലത്തെയും ക്ലെൻസ് ചെയ്ത് പുതുവാന ഭൂമിയിൽ മഹത്വത്തോടെ തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഈ ചിന്തകളാൽ ഇന്ന് ഞാനിവിടെ നിർത്താം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആത്മീയ സത്യങ്ങൾ വീണ്ടും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് പറയുന്നതെന്ന് ഗ്രഹിക്കാനുള്ളൊരു കൃപ തരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിക്കും. ഞാൻ ഈ ചിന്തകൾ നമുക്ക് തുടരാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.
ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശോധന നമ്മുടെ രക്ഷകനായ ഏറ്റവും പെർഫെക്റ്റായ ജീവനായകനായി അവൻ ജയിച്ചു. ഈ പരീക്ഷയിൽ അവിടുന്ന് ജയിച്ചു എന്നതിൻ്റെ തെളിവെന്തെന്നറിയാമോ? ദ ഹോൾ തിങ് അതിലൊരു വാക്കാണ്. പിശാച് അവനെ വിട്ടുപോയി. ഒരു ഓപ്പർച്യൂൺ ടൈമിനായി പിന്നെയും കാത്തിരുന്നുവെങ്കിലും അപ്പോൾ എന്ത് ചെയ്തു? വിട്ടുപോയി എന്നാണ് പറയുന്നത്. ജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. യോഗ്യനായി എന്ന് നമ്മുടെ രക്ഷകനായിരിക്കാൻ ഇതിനേക്കാൾ യോഗ്യനായ ഒരുവനില്ല എന്നതിന് തെളിവാണത്. ഈ കർത്താവാണ് നമ്മുടെ നായകൻ. ഈ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ പരിശോധനകളിൽ നമ്മെ സഹായിക്കുന്നവൻ. ഈ കർത്താവിലും അവിടുത്തെ ആത്മാവിലും ആശ്രയിച്ച് നമുക്ക് അതിജീവിക്കാം. നമുക്ക് ദൈവത്തിൻ്റെ ഏകജാതനായവൻ ആദ്യജാതനായി തീരുമ്പോൾ അനേക പുത്രീപുത്രന്മാര് ഭൂമിയിൽ ജനിക്കാനിരിക്കുന്നവരുടെ ഗണത്തിൽ നമ്മളുമുണ്ട്. നമ്മളെയും നോക്കി പിതാവെന്ന് പറയട്ടെ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന്. പക്ഷെ എത്ര മഹത്തരമായി ജീവിച്ചാലും ടെസ്റ്റുകളൊന്നും കൂടാതെ നമുക്ക് മുമ്പോട്ട് വിജയിക്കാൻ പറ്റില്ല കേട്ടോ. ടെസ്റ്റുകൾ അനിവാര്യമാണ്. ദൈവപുത്രൻ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മളൊക്കെ ഓരോരോ വിധങ്ങളിൽ പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന കർത്താവ് എന്നും നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വിജയിക്കും. കർത്താവ് നമ്മളെ നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.